ഹായ്, ഞാൻ അബ്ദു, പോയില്ല ഗ്രോ ഫാം. നമ്മുടെ ലൊക്കേഷൻ അറിയാലോ. പിന്നെ ഒരു വെറൈറ്റി ഫ്രൂട്ട്സ് ഒന്നല്ല, എല്ലാവർക്കും അറിയാം, റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇതിന്മേൽ കായ ഉണ്ടായിനി, കുറെ കായ കൊഴിഞ്ഞു പോയി. ഇത് മഴക്കാലത്താണ് കായ ഉണ്ടാവുക. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിന്റെ റിവ്യൂ തരണമെങ്കിൽ ഇത് കഴിക്കണമല്ലോ. തൈകൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. പലരും പറയുന്നുണ്ട് നാട്ടിൽ കായ്ക്കുന്നില്ല, പക്ഷെ ഇത് കായ്ച്ചിട്ടുണ്ട്. പഴുത്തിട്ടെന്നാ തോന്നുന്നുണ്ട്. കളർ ഞാൻ തന്നെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം, അതിന്റെ അഭിപ്രായം പറഞ്ഞുതരാം. നല്ലൊരു ഫ്രൂട്ടാണ്, ചെറിയ സീഡ്, ഉള്ളിൽ സീഡുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു സീഡ് ലൂവിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെയിൻ ഫോറസ്റ്റ് പ്ലം വീട്ടിൽ വെച്ചോളി ധൈര്യമായിട്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല ചെടിയാണ്. ഇത് കുറച്ച് ആയിട്ടോ, അതൊരു 1.5 വർഷത്തോളമായി. പിന്നെ ഇങ്ങനെ പൂക്കുന്നുണ്ട്, കായ പിടിച്ചത്. ഈ വർഷമാണ് കായ പിടിച്ചത്. കുറെ കായ കൊഴിഞ്ഞു പോയതാണ്, ഇതൊക്കെ കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അബിയു കാണിച്ചത് പേര. ഇത് പേരിന്റെ റെഡ് ഡയമണ്ട്, ഇത് VNR. ഇതൊക്കെ ഇഷ്ടംപോലെ കായ്ഫലം കിട്ടും. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന പേരിന്റെ വെറൈറ്റീസ് ആണ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെച്ചോളി. റെഡ് ഡയമണ്ട്, പിന്നെ ബ്ലാക്ക് ഡയമണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് എനിക്ക് അറിയില്ല, എന്റെ റിവ്യൂ അറിയില്ല. ഇത് ഓക്കെയാണ്, പക്കയാണ്. ഇത് ഞങ്ങളെ മദർ പ്ലാന്റ്. അതിന് മുകളിൽ തൈ എടുക്കുന്നുണ്ട് നമ്മൾ കേട്ടോ. പിന്നെ അതേമാതിരി വൈറ്റ് ലോഗൻ 4 സീസൺ. ഇത് വൈറ്റ് ലോഗന്റെ ഇതാണ്. അപ്രോച്ച് ചെയ്തിട്ട് എടുക്കുക, അതല്ലേ അപ്രോച്ച് ചെയ്തിട്ടാണ് തൈകൾ എടുക്കുക. അതേമാതിരി 4 സീസൺ ലോഗൻ കാണിച്ചതാണ്. ശരി, അപ്രോച്ച് ചെയ്ത് വെച്ചത്. ഇത് കാഴ്ച മരാട്ടോ. അത് ഇതിന് മുകളിൽ നമ്മൾ തൈ എടുക്കുക. അതൊന്നും നമ്മൾ ലോക്കൽ പർച്ചേസ് ഇല്ല. ലോഗന്റെ വെറൈറ്റി ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. മദർ പ്ലാന്റ് ആണ് ഇത്. മാവിന്റെ വെറൈറ്റി നേരത്തെ കണ്ടാണ്. എല്ലാ വെറൈറ്റി സ്റ്റോക്ക് ഉണ്ട്. ചെറിയ എല്ലാ വെറൈറ്റികളും, ചെറിയതും വലുതും എല്ലാ പ്ലാന്റേഷനും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇത് റൂബി ലോഗന് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ കായ കുറച്ച് വലിപ്പം കൂടുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ആദ്യം ഞാൻ ഇതിന്റെ തൈ ഉണ്ടാക്കാറില്ലായിരുന്നു, കാരണം അത് ചെറിയ കായ, അതിന്റെ ഉള്ളിൽ വലിയ കുരുവായിരുന്നു. പക്ഷെ 2 വർഷം കഴിഞ്ഞ് കായ്ച്ചിട്ട് നല്ല മധുരമുണ്ട്, പിന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് കായ. അപ്പൊ വീണ്ടും തൈ ഉൽപാദനം തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, 4 സീസൺ ലോഗൻ കണ്ടില്ലേ, ചെറുതാകുമ്പോൾ തന്നെ കായ്ക്കും. ഇതൊക്കെ നിറയെ കായ്ക്കുന്ന മരങ്ങളാണ്. ഇതൊക്കെ അപ്രോച്ച് ചെയ്തെടുത്താണ്. ഇതിപ്പോ നമ്മളൊരു ഡയമണ്ട് റിവറിന്റെ മുകളിൽ നമ്മൾ ഒരു 3-4 വെറൈറ്റി മൾട്ടിഗ്രാഫ്റ്റ് ഒരു പരീക്ഷണാർത്ഥം. ഇത് 4 സീസൺ ആണ്. ഇതിന്റെ കമ്പ് കണ്ടില്ലേ. ഇത് ബ്ലാക്ക് ലോഗനാണ്, ഇത് വൈറ്റ് ലോഗനാണ്. ഇതിന്റെ മുകളിൽ ഇനിയിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. മാവൊക്കെ ചെയ്യുന്ന മാതിരി ലോഗന്റെ മുകളിൽ മൾട്ടി. ഇത് പല വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ചെയ്യാറുണ്ട്. ഞാൻ അബിയു കാണിച്ചു തരും. ഇത് അബിയുവിന്റെ നല്ല വെറൈറ്റി. ഇത് കണ്ടോ, ഓവർ വലിപ്പമൊന്നുമില്ല. ഇതിലൊക്കെ കായ പിടിച്ചാണ്ടോ, ഓവൽ ടൈപ്പ് കണ്ടില്ല. ഇത് ഓവലും ക്രിക്കറ്റ് ബോളും എല്ലാം ഒരേ മരത്തുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇത് ഓവൽ ടൈപ്പായിട്ട് കാണുന്നതല്ല. നിറയെ കായ പിടിച്ചു, ചെറിയ തൈകളാണ്, നിറയെ കായ്ച്ചെടുക്കുന്നത്. ഇഷ്ടം പോലെ തൈകൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഇതിന്റെ വലിയ മരം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വലിയ മരം, ഇതൊക്കെ ജാതിന്റെ വലിയ മരങ്ങളാണ്. അബിയുവിന്റെ വലിയ മരങ്ങൾ കണ്ടതാ, അതെല്ലാം കായ പിടിച്ചാണ്. കായ്ച്ച നടക്കുന്ന വലിയ 25 കവറിലാണുള്ളത്. റിസ്ക് ആണ് കൊണ്ടുപോവാൻ. വലിയ തൈകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അതുമാതിരി അബിയു മാത്രമല്ല, ജാതി, കാഴ്ചമരം, മാവ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നൊരു സംഗതിയാണ്. ഇഷ്ടംപോലെ മാവ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, വലുതും ചെറുതും ഒക്കെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ ചെയ്താൽ ചിലപ്പോൾ എടുക്കൂല. അതിൽ താഴെ നമ്പർ കൊടുക്കാം. ഓക്കെ, ബൈ.